നമസ്കാരം. ഞാൻ ഡോക്ടർ ശാരദാ ദേവി വി. ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുകയാണ്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ഈ വർഷത്തെ 2025 വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ്, ഇക്വിറ്റി ആൻഡ് എംപവർമെന്റ് എന്നതാണ്. ഈ ലോകത്തുള്ള പല വിഭാഗങ്ങളിൽപ്പെടുന്ന, പല പശ്ചാത്തലങ്ങളിൽപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങളും അതുപോലെ തന്നെ ഇക്വിറ്റി ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഒന്നുകൂടെ അടിയുറപ്പിക്കുന്ന മറ്റൊരു വനിതാ ദിനം കൂടിയാണ് ഈ വർഷത്തേത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ശാക്തീകരണം നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുകൂടി ഈ ഒരു വനിതാ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വനിതാ ദിനത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എന്നെ തേടി സക്ഷമ കേരളയുടെ ആദരവെത്തുന്നത്. അതിനെനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിന് ആൾക്കാരായിട്ട് തന്നെ തിരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം ഞാൻ നടത്തുന്ന ചെറിയ ചെറിയ ഇടപെടലുകളിൽ കൂടി ചെറുതെങ്കിലും പല മാറ്റങ്ങളും സമൂഹത്തിൽ എൻ്റെ ചുറ്റുമുള്ളവരിൽ ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു റെക്കഗ്നീഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു ആദരവിനെ കാണുന്നത്. ഒപ്പം ഇനി കൂടുതൽ കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് നൽകാൻ ഒരു ഉത്തരവാദിത്തം കൂടെ എനിക്ക് ഇതിൽ കൂടെ വന്നു ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സോ ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. സക്ഷമ കേരളയിൽ എല്ലാ അംഗങ്ങളോടും അതുപോലെ എല്ലാ ഡിസബിലിറ്റികളുള്ള സ്ത്രീകളോടും പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, കഴിയുന്നിടത്തോളം വിദ്യാഭ്യാസം നേടാനായിട്ട് ശ്രമിക്കുക. അതിന് വിദ്യാഭ്യാസത്തിന് യോജിച്ച രീതിയിൽ ഒരു നല്ല തൊഴിൽ കണ്ടെത്തി സാമ്പത്തിക സ്വയം പര്യാപ്തത നേടാനായിട്ട് ശ്രമിക്കുക. വിദ്യാഭ്യാസം, തൊഴിൽ വഴിയുള്ള സാമ്പത്തിക സ്വയം പര്യാപ്തത, ഇവ രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഞാൻ പേഴ്സണലി ഇത് രണ്ടും എംപവർമെന്റിന്റെ ടൂൾസ് ആയിട്ടാണ് കരുതുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് പോലും ഈ രണ്ട് ഘടകങ്ങൾ കാരണമാണ്. അപ്പോൾ പേഴ്സണലി വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന പൊസിഷൻ, ഇത് രണ്ടും എൻ്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റി മറിച്ചില്ല. ഒരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ സ്വഭാവത്തെ, എൻ്റെ വ്യക്തിത്വത്തെ മൊത്തത്തിൽ മാറ്റി ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഡിസബിലിറ്റികളുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കറിയാം പല സാഹചര്യങ്ങളിൽ പെട്ടവരാണ് ഓരോരുത്തരും. ഞാൻ അനുഭവിക്കാത്ത പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ മാക്സിമം അതിനുവേണ്ടി പ്രയത്നിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം സമൂഹത്തിനും അതിനൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളെപ്പോലുള്ളവരെ ഒപ്പം നിർത്തി മുഖ്യധാര സമൂഹത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നത് സമൂഹത്തിന് ഒരു ഉത്തരവാദിത്തം ഉണ്ട്. സോ അതിന് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ ഹാപ്പി വിമൻസ് ഡേ.